ജംഗ്ഷനാണ് സുഹൃത്തുക്കളെ ഭൂട്ടാനെയും വെസ്റ്റ് ബംഗാളിനെയും വേർതിരിക്കുന്ന അതിര് എന്ന് പറയാവുന്നത്. ഇവിടെ ജയ്ഗാവ് ജംഗ്ഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ ഈ തിരക്കുകൾ എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സൈഡിലുള്ള തിരക്കുകളാണ്. വാഹനങ്ങളും കടകളും ഒക്കെ ധാരാളമായിട്ട് കാണാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ടൂർ ഓപ്പറേറ്ററുടെ ഓഫീസിൻ്റെ മുൻവശമാണ്. ഈ തിരക്കാണ് ഇന്ത്യയുടെ ഭാഗത്ത് കാണുന്നത്. അതേസമയം ഈ ജംഗ്ഷന് അപ്പുറത്ത് തിരക്കില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പകൽ സമയമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഇവിടെ ധാരാളം കടകളും മറ്റുമുണ്ട്. ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമൊക്കെ ആളുകൾ ചെറുതായിട്ട് കടക്കുന്നുണ്ടാകാം. അതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. ഇതാണ് ജയ്ഗാവ് എന്ന് പറയുന്ന അതിർത്തിയുടെ സ്ഥലത്തിൻ്റെ പേരാണ് ജയ്ഗാവ് എന്ന് പറയുന്നത്. ബാദ്ഗോഗ്രയിൽ നിന്നും ഞങ്ങൾ ഏതാണ്ട് 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററുടെ ഓഫീസ്. 레점 집에 필수 후원의 레와다리 집 범들의 쓰시면 라셀라. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുകയാണ്. ബോർഡറാണ്, ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ബോർഡറിൻ്റെ ജസ്റ്റ് നമ്മൾ ഭൂട്ടാനിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഭൂട്ടാൻ്റെ ബോർഡർ കഴിഞ്ഞ് ഇപ്പുറത്ത് കടന്നപ്പോൾ ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരാണ് മെറ്റോ പേമ ഹോട്ടൽ. തൊട്ട് അപ്പുറവും ഇപ്പുറവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ വ്യത്യാസങ്ങൾ മനസ്സിലാകും. പ്രത്യേകിച്ചും ട്രാഫിക്കിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ വൃത്തിയുടെ കാര്യത്തിലും ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ, ഈ വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന മെറ്റോ പേമ ഹോട്ടൽ. നാളെ രാവിലെ ഇവിടെ നിന്നും ഭൂട്ടാൻ കാണുന്നതിന് വേണ്ടിയിട്ട് തിമ്പുവിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന മുറിയുടെ ഇൻസൈഡാണ് കാണുന്നത്. വളരെ മനോഹരമായ നല്ല മുറിയാണ് അല്ലേ? നല്ല ഭംഗിയായ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മുറിയാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡുണ്ട്, TV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൗകര്യമാണ് മെറ്റാപേമ എന്ന് പറയുന്ന ഹോട്ടലിൽ ഇന്ന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഭൂട്ടാനിൽ താമസിക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ വൈനും ബിയറും മറ്റും അവൈലബിളാണ്. വൈകിട്ടത്തെ ഫുഡ് ബൊഫേ സമ്പ്രദായത്തിലുള്ളത് ഇവിടെ നിന്ന് ആരംഭിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളിലൊക്കെ എടുക്കാം. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? സൂപ്പ്, ഇത് നല്ല സൂപ്പുണ്ട്, ചപ്പാത്തി ഉണ്ട്, റൈസുണ്ട്, പിന്നെ അതിന് തൊട്ടിപ്പുറത്താണെന്ന് വരിയിൽ ദാലുണ്ട്. വൈറ്റ് വൺ കോളിഫ്ലവർ കറിയാണ്. കോളിഫ്ലവർ കറി. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് മിക്സഡ് വെജ് പനീർ കറിയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ സാലഡിനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, അവസാനം സ്വീറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ഹോട്ടൽ മെറ്റാപേമയുടെ റെസ്റ്റോറൻറ്റ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്നും തിമ്പുവിലേക്ക് പുറപ്പെടുകയാണ്. നോ പ്രോബ്ലം. ഞങ്ങളുടെ കൂടെ വന്ന ഭൂട്ടാൻ ട്രിപ്പിൽ ഉള്ള മറ്റുള്ള യാത്രക്കാരുണ്ട്. ദി എൽഡസ്റ്റ് ബ്രദർ. വാട്ട്സ് യുവർ നെയിം സർ? സുന്ദരം ഫ്രം കോയമ്പത്തൂർ. Santosh Patnaik from Visakhapatnam. Okay. NL Kesarwani from Mumbai. From Mumbai. Yeah. And he's Kanchan Kesarwani from Mumbai. Okay. മീന. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ വരുന്ന 6-7 ദിവസത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന സുന്ദരം, കോയമ്പത്തൂരിൽ നിന്നുള്ള സുന്ദരം ഒരു യാത്രാപ്രിയനാണ്. ഇപ്പോൾ ചൈനയ്ക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. ഹീസ് 76.